ഞാനിവിടെ പ്രിൻസ് മോട്ടോഴ്സിനാണ് എടുക്കുന്നത്. ബാക്കിൽ കാണാം പ്രിൻസ് മോട്ടോഴ്സ്. ഇത് സെൽഫി ക്യാം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. സോ എൻ്റെ വണ്ടീൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് എൻ്റെ ടെമ്പററി ID കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ ഐ ഹാവ് സെറ്റ് ഇറ്റ്. സോ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി റിവ്യൂ ഡീറ്റെയിൽസും എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ടായിരിക്കും ഞാൻ തരുന്നത്. അപ്പോൾ ഞാൻ മേടിച്ച സ്ഥലമാണിത്. ഇത് പ്രിൻസ് മോട്ടോഴ്സാണ്. കാണാം പ്രിൻസ് മോട്ടോഴ്സ് നമ്മളുടെ കോഴിക്കോടിനാണ് ഞാൻ മേടിച്ചത്. ബാക്കി ഡീറ്റെയിൽസ് ഒരു സൈഡാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, എന്നല്ല ഞാൻ എൻ്റെ വണ്ടി ഇറക്കി. സോ ഇനിയുള്ള യാത്രകളിൽ ഈ വണ്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ട്രാവൽ പാർട്ട്ണർ വിത്ത് മീ. സോ ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത വണ്ടീൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് തരാം. ഞാൻ എടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ntorq 125cc 2019 മോഡലാണ്. എടുത്തതെന്ന് പറഞ്ഞാൽ പ്രിൻസ് മോട്ടോഴ്സിനാണ്. നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷന് ലെഫ്റ്റിലേക്ക് പോണ റൂട്ടിൽ ഉള്ള ആ ഒരു ഷോപ്പിനാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എത്രമാത്രം എഫക്റ്റീവാണ് ഈ വണ്ടി ഫീച്ചേഴ്സ് പറയാൻ അത്രമാത്രം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ കമോൺ കോൾ. ഓക്കെ, ഈ വണ്ടി എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി തോന്നി. ഈ വണ്ടീൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ കളർ കോമ്പിനേഷനാണ്. റേസ് എഡീഷൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതല്ലാണ്ട് ഇതിന് ആഡ് ഓൺ അട്രാക്ഷൻസ് ഉണ്ട്. വേറെ പല വണ്ടികളിൽ കാണാത്ത കുറേയൊക്കെ നല്ല ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടി മോഡൽ അല്ലെങ്കിൽ ഗിയർലെസ് മോഡലിൽ കാണാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് ആൻഡ് ബ്രേക്ക് ലൈറ്റ് രണ്ടും വരുന്നത് LED സെറ്റ് ലൈറ്റ്സ് ആണ്. ഹൈലി ലിറ്റബിൾ ലൈറ്റ്സ് ആണിത്. പിന്നെ ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ LED-ൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, പ്ലസൻറ്റ് സൗണ്ടാണ് കേൾക്കാൻ പറ്റുക. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്സിനെ നോക്കുമ്പം അത്രയും ഹസ്കി സൗണ്ടും അല്ല, ബാക്കിയുള്ള സ്കൂട്ടീസ് അല്ലെങ്കിൽ ഗിയർലെസ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും മ്യൂക്ക് സൗണ്ടും അല്ല, ഒരു മോഡറേറ്റ് സൗണ്ടാണ്. നമുക്ക് കേട്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന സൗണ്ടാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം സൗണ്ട്. ഈ സൗണ്ട് വരുമ്പം തന്നെ നമുക്ക് ഇവിടെ ഹൈ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹൈ ലൈറ്റ് ഉണ്ട്, ലോ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പാസ് ലൈറ്റ്. വേറെ കുറേ വണ്ടീസിൽ എക്സ്ട്രാ ആഡ് ഓൺ പറഞ്ഞാൽ ഗിയർലെസ്സിൽ ആഡ് ഓൺ ആയിട്ടാണ് വയ്ക്കുക. അല്ലെങ്കിൽ ഹൈയും ലോവും നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താണ് ഡിപ്പ് ലൈറ്റ് കാണിക്കാറ്. ഇവിടെ ഡിപ്പിന് വേണ്ടി തന്നെ ഒരു ലൈറ്റ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫ് ആക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ TVS ചെയ്തൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്റ്റ് ആണെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത ആയിട്ടാണ് അവരിവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഹാസ് ഓൾവേസ് എന്താ പറയുക, ഈ Ntorq എന്ന് പറഞ്ഞ് ആ ഒരു വണ്ടി അവർ അത്രയും പ്രൗഡായിട്ട് ഉണ്ടാക്കിയതാണ് നമുക്ക് മനസ്സിലാവണം. ഫ്രണ്ടിലും ബാക്കിലും Ntorq എന്നുള്ള പേര് അവർ നല്ല രീതിക്ക് ഫ്ലോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം കുറേയൊക്കെ ലോങ് റൂട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഡിക്കി സ്പേസ് എത്രയാണ് നോക്കണം. കാരണം ഞാൻ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ട് ഗിയർലെസ് വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ ആസസ് അല്ലെങ്കിൽ ആക്റ്റീവ, ഇത് രണ്ടുമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി ഈ തേർഡ് വെഹിക്കിളിൽ Ntorq എന്ന് പറയുന്ന ഈ വെഹിക്കിളിൽ ഡിക്കി സ്പേസ് കുറച്ചും കൂടി കൂടുതലാണ്. കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ ഒതുങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് കാണാം. ഡിക്കി സ്പേസിൽ തന്നെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഡിക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്, ഓൾമോസ്റ്റ് കുറേ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്. നിങ്ങൾ എവിടെയും പാർക്കിംഗ് സ്ലോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സ്ലോട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കണ്ണ് കാണാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി അങ്ങനെയൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇത് USB കേബിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ലോങ് ട്രാവലിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമ്പം കുറേ പവർ ബാങ്ക് സ്റ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു ഫീച്ചർ പറഞ്ഞാൽ ഇതെന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറേ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ കാണിച്ച പല വീഡിയോസിൽ ഇവർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ്, ഈ സ്പെസിഫിക്കലി ഇതെന്താ സാധനം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തവണ വണ്ടി എടുക്കാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചു അവരോട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ടാപ്പ് കണക്റ്റിംഗ് പോർട്ടാണ്. കാരണം നിങ്ങൾ വെഹിക്കിൾ സർവീസിന് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വണ്ടിക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവരുടെ ടാബ് അവർക്ക് ഇതിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഡയഗ്നോസ് ചെയ്യാം എന്താണ് വണ്ടീൻ്റെ ഇഷ്യൂ, പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. അല്ലാണ്ട് ഫുൾ വണ്ടി ഇറക്കി എടുത്ത് നോക്കിയിട്ട് അവർക്ക് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയണ്ട. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ 2 ഹെൽമെറ്റ്സ് ഉണ്ട്. അത് ഞാൻ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കമ്പനി തന്നൊരു ഹെൽമെറ്റാണ്. അതല്ലാണ്ട് ഞാൻ ആക്സോണിൻ്റെ ഫുൾ ഫേസ് കവർ ഹെൽമെറ്റാണ് യൂസ് ചെയ്യണത്. ഇത് എത്രമാത്രം ഇതിൽ ഫിറ്റ് ആവുമെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് കമ്പനി ഹെൽമെറ്റ് വെച്ച് നോക്കാം. ഇതെനിക്ക് ഫ്രീ കിട്ടിയ ഹെൽമെറ്റാണ്. അപ്പം ഇത് അത്യാവശ്യം ഇരുന്ന്
നമ്മളത് ക്ലോസ് ചെയ്യുമ്പം ഒത്തിരി അൺകംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ക്ലോസ് ആവുന്നുണ്ട്. ഇനി അടുത്ത ഹെൽമെറ്റ് നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. ഇതെടുത്തിട്ട് അടുത്ത ഹെൽമെറ്റ് ഫേസ് കവർ ഹെൽമെറ്റാണ്. അത് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഹെൽമെറ്റ് ഒന്ന് വെക്കുമ്പം ഇത് കയറാനും അഡ്ജസ്റ്റ് ആവാനും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കണേ. നമുക്ക് ഡിക്കി സ്പേസ് ഒന്ന് അടച്ചു നോക്കാം. അടച്ചു നോക്കുമ്പം ഇത് അടയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും വലിയ ഹെൽമെറ്റ്സ് വെച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ഡിക്കിയിൽ കൊള്ളില്ല. അത് കവറപ്പ് ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഫുൾ ഫേസ് കവർ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് തന്നെയാണ്. ഒരിക്കലും ഹാഫ് ഫേസ് ഹെൽമെറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഈ ഹെൽമെറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കയ്യിലൊരു കീ ചെയിൻ അല്ലെങ്കിൽ ഈ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സ്ട്രാ സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇതെന്താണെങ്കിൽ ഇത് ഫിറ്റ് ആവില്ല. വണ്ടി ബാക്കിൽ തന്നെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ്. ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സും ഇതിൻ്റെ വീൽ അലോയും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് റിയലി എ വെരി സ്പോർട്ടി ബൈക്ക്. സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഫ്ലോണ്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അത്രമാത്രം അവർ പ്രൗഡാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി. ദേ ഹാവ് ഫ്ലോണ്ടഡ് ഇറ്റ് എവ്രിവെയർ. ഇനി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഫുഡ് റെസ്റ്റും നമ്മളുടെ പില്ലിയൻ റൈഡ് ചെയ്യുമ്പോൾ കാല് വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. ഇത് കാണുമ്പം തന്നെ ഇതും ബാക്കിൽ നിന്ന് ഔട്ട് സൈഡ് കാണുമ്പം അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കാണ്. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ കിക്കർ ഉള്ളത്. കിക്കർ സൈഡിൽ നിന്ന് നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുത്തേ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ കിക്കർ, നിങ്ങൾക്ക് കാണാം. പിന്നെ അതിൻ്റെ ഒരു ലെവൽ സ്റ്റാൻഡ്, അതല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്. പിന്നെ ഇനി മുകളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്ന അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനാണ്. ഓക്കെ, സ്ക്രീൻ ഡിജിറ്റൽ സ്ക്രീനാണ്. ഡിജിറ്റൽ സ്ക്രീന് നമ്മൾ GPS ആയിട്ട് കണക്ട് ചെയ്യണം. GPS ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് കാണും, എത്രമാത്രം പെട്രോൾ ഉണ്ട്, നിങ്ങൾ ഏത് മോഡിലാണ് വണ്ടി ഓടിക്കണത്. അതല്ലാണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഇതിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ ഹെൽമെറ്റ്, ഒരു പില്ലിയൻ ഹെൽമെറ്റ് വെച്ചിട്ട് പറഞ്ഞാൽ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ എപ്പോഴും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇൻഡിക്കേറ്റർ തന്നെയാണ്. യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ബൈക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റർ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണതാണ്. കാറിൻ്റെ പോലെ തന്നെ ഇതിന് 4 ഇൻഡിക്കേറ്റർ ഓട്ടോമേറ്റഡ് ആണ്. അതേപോലെ നിങ്ങൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും നിങ്ങൾക്ക് കാണാം സെയിം 4 ഇൻഡിക്കേറ്റർ ആണ് ഉള്ളത്. ഈ 4 ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രേക്ക് ലൈറ്റും LED ആണ്. പിടിക്കുമ്പോൾ തന്നെ ഫീച്ചർ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ്. പിന്നെ അവിടെ ചെറിയ എയർ എക്സോസ്റ്റ് പോലത്തെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിന് കാണുമ്പോൾ തന്നെ വണ്ടി ഒരു ഹൈലി ബിൽട്ട് അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണലി ബിൽട്ട് വണ്ടിയാണ് നമുക്ക് കാണാം. ഒരു പ്രൊഫഷണലിസം ഉണ്ട് ഈ ഒരു വണ്ടി ബാക്ക് കൂടെ, അതിൻ്റെ എയർ എക്സോസ്റ്റ് ഒക്കെ കാണുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ മിക്ക ഗിയർലെസ് വണ്ടികളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിയർ കൊടുക്കുമ്പോൾ വണ്ടി തന്നെ അങ്ങോട്ട് പോകും. പക്ഷേ എൻടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. എൻജിൻ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞ സിസ്റ്റം. യൂഷ്വലി ബുള്ളറ്റ്സ് അല്ലെങ്കിൽ ബൈക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിസ്റ്റം കാണാം. ഇവിടെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിപ്പോൾ എൻജിൻ ഓൺ ആൻഡ് ഓഫ്, ഇതിപ്പോൾ എൻജിൻ ഓൺ, ഇത് എൻജിൻ ഓഫ്. ആ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. യൂഷ്വലി നിങ്ങൾ വെറുതെ ചുമ്മാ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കൂടെ വന്ന് ആരെയും വന്ന് നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട് ആക്സിലറേഷൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു ഇതിൽ ആ ഒരു സേഫ്റ്റി മെഷർ ഉണ്ട്. സോ ദിസ് വണ്ടി ഇപ്പോൾ നിങ്ങളൊക്കെ നിർത്തി വെച്ച് ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സേഫ്റ്റി മെഷർ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ പ്രൊവൈഡഡ് ആണ് കമ്പയർഡ് ടു എനി അതർ ബൈക്സ്. ലൈക്ക് what the feature is there in other bike, അതേ ഫീച്ചർ ഇതിലുണ്ട്. So it was the last and final specification that I wanted to introduce to you. I hope you all like this video. ഇനി ഇങ്ങനത്തെ എൻ്റെ യാത്രയിൽ ഞാൻ യൂസ് ചെയ്യണ ഗാഡ്ജറ്റ്സും വണ്ടികളെയും പറ്റി ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴും റെസ്പോൺസിബിൾ ആൻഡ് സേഫ് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുക, ഗിയേഴ്സ് യൂസ് ചെയ്യുക. വീണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റൈഡർ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ റൈഡ് പോകുന്ന ആൾക്കാരോടും പറയുന്ന കാര്യമാണ്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദീസ് ഫീച്ചേഴ്സ്. ഇനി കുറച്ച് ക്ലിപ്സ് ഞാൻ നോക്കാം, കുറച്ച് ഹൈ റോഡ്സിൽ അല്ലെങ്കിൽ ഓഫ് റോഡ്സിൽ എടുത്ത് പോണ ക്ലിപ്സും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. So this is once again Manjari signing off for today, and thanks a lot for your patience and for your views.